നമസ്കാരം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ശിവൻകുട്ടി അവർ ഒരു പുതിയ പരിഷ്കാരവുമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്നാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ക്ലാസ് മുറികളുടെ ഘടന മാറ്റി ഒരു പുതിയ ഘടന അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു ആശയം കിട്ടുന്ന ഏതോ ഒരു സിനിമയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ ഇപ്പോഴുള്ള രീതിയിൽ ബെഞ്ചുകളിൽ ഇങ്ങനെ നിരനിരയായിട്ടിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടികൾ ബാക്ക് ബെഞ്ചേഴ്സായി പോകും. അത് ആ കുട്ടികൾക്ക് അപമാനമാണ്, അതവർക്ക് മാനസിക സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏതോ ഒരു സംവിധായകൻ്റെ മനസ്സിൽ തോന്നിയ ചില തോന്നലുകളാണ്. അത് വെച്ച് അദ്ദേഹം ഒരു സിനിമയുണ്ടാക്കി. അപ്പോൾ ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് വിശ്വസിക്കുകയും അതനുസരിച്ച് മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുകയും അതിലേക്കായിട്ട് ഒരു വിദഗ്ധ സമിതിയെ മറ്റോ അദ്ദേഹം നിയമിച്ചെന്നോ നിയോഗിക്കാൻ പോകുന്നെന്നോ ഒക്കെയാണ് വാർത്തയിലുള്ളത്. അപ്പോൾ എനിക്കിവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, താങ്കൾ ഒരുപക്ഷെ നല്ലത് എന്ന് കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും താങ്കൾ മനസ്സിലാക്കണം, ഇത് ബാക്ക് ഫയർ ചെയ്യും. അതായത് നന്മയ്ക്ക് പകരം തിന്മ, അതായത് ഗുണത്തിന് പകരം ദോഷമായിരിക്കും ഈ സംവിധാനം കൊണ്ട് ഉണ്ടാകുന്നത്. 3 തരത്തിൽ ഇത് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കും. 1, അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. 2, അവരുടെ പഠനത്തെ നശിപ്പിക്കും. 3, അവരുടെ സ്വഭാവത്തെയും ഇത് നശിപ്പിക്കും. എങ്ങനെയാണ് അവരുടെ ആരോഗ്യത്തെ ഇത് നശിപ്പിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ എവിടെ പോയി ഏതൊരു കാര്യം ചെയ്താലും ശരി, നമ്മുടെ ശരീരം എപ്പോഴും സ്ട്രെയിറ്റായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രോപ്പർ പോസ്ചറിൽ നിന്നില്ല എങ്കിൽ അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ഒരു ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ ആ കുട്ടി സ്ട്രെയിറ്റായിട്ടാണ് ഇരിക്കേണ്ടത്. അവൻ്റെയോ അവളുടെയോ ശരീരത്തിൻ്റെ പോസ്ചർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റായിട്ടായിരിക്കണം. അങ്ങനെ തന്നെ നമുക്ക് എവിടെ പോയാലും ഇരിക്കാനും നിൽക്കാനും പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഇരിക്കാവൂ, നിൽക്കാവൂ. എന്നാൽ ഈ സംവിധാനം വരുമ്പോൾ കുട്ടികൾക്കൊരിക്കലും നേരെ സാറിനെ നോക്കാൻ പറ്റില്ല. അതായത് ഒരു യു ഷേപ്പിലാണ് ഇവർ പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പോൾ 2 വശങ്ങളിലായിട്ടിരിക്കുന്ന കുട്ടികൾ, സാറ് നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ കുട്ടികൾ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്നു. ഒരൊറ്റ റോയിൽ, ഏറ്റവും പിന്നിലെ ഒരു റോയിലെ കുട്ടികൾക്ക് മാത്രമാണ് നേരെ സാറിനെ കാണാൻ പറ്റുക. ബാക്കി എല്ലാ കുട്ടികളും ഒരു വശത്തേക്ക് നോക്കിയിരിക്കണം. ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, ഇവിടെയാണ് സാറ് നിൽക്കുന്നതെങ്കിൽ അവർ ഇങ്ങനെ നോക്കണം. ആ ഭാഗത്തിരിക്കുന്ന കുട്ടികൾ സാറ് ഇവിടെയാണ് നിൽക്കുന്നതിൽ അവർ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരെ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടാകും. ഇത് ഇവരുടെ കഴുത്തിന് പ്രശ്നമുണ്ടാകും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർമാരുമായിട്ട് ഇത് ചർച്ച ചെയ്ത് നോക്കാം. അവരുടെ കഴുത്തിന് ഇത് ഡെഫിനറ്റായിട്ട് പ്രശ്നമുണ്ടാക്കും. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ, അങ്ങനെ കൊല്ലത്തിൽ ഏതാണ്ട് 10-250 ദിവസത്തോളം ഇവർക്ക് ഈ പോസ്റ്ററിൽ ഇരിക്കേണ്ടി വരുമ്പോൾ അത് അവരുടെ കഴുത്തിന് പ്രശ്നമുണ്ടാക്കും. കഴുത്തിന് പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മറ്റെന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്, ഈ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാകാനും ഇത് കാരണമാകും. കാരണം നമ്മളെപ്പോഴും നേരെയാണ് നോക്കിയിരിക്കേണ്ടത്. ഞാനൊരിക്കൽ ഡൽഹിയിൽ വെച്ച് ഒരു കോൺഫറൻസ് അല്ല, ഒരു സെമിനാറോ ക്ലാസ്സോ മറ്റോ ആണ് അതിന് പോയിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയൊരു കോൺഫറൻസ് ഹാളുണ്ട്, വളരെ വലിയൊരു മേശയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലെ ആൾക്കാരിൽ ഭൂരിപക്ഷവും, അതായത് പ്രധാനപ്പെട്ട ചില പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടൊരു വിദ്വാൻ വന്നിരുന്നു. അദ്ദേഹം ഒരു ക്ലാസ് മുറി പോലെ അവിടെയാണ് നിൽക്കുന്നത്. അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം അവിടെ വന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾ ഈ മേശയ്ക്ക് ചുറ്റുവട്ടത്താണ് ഇരിക്കുന്നത്. ഈ മേശയ്ക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ നോക്കുന്നത്, ഞാനിരുന്ന സീറ്റിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ നോക്കണം. ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിരുന്നു. അന്നത്തെ ദിവസം വൈകുന്നേരം എനിക്കുണ്ടായ തലവേദന പോലെ ഒരു തലവേദന എൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പും അതിന് പിമ്പും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് വെട്ടി എറിയാൻ തോന്നുന്ന അത്ര തലവേദനയായിരുന്നു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ആ ഇരുന്ന രീതിയുടെ കുഴപ്പം കൊണ്ട് എനിക്ക് പറ്റിയതാണ്. നേരെ മറിച്ച് ഞാൻ നേരെയാണ് ഇരുന്നതെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഒരു റോങ് പോസ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കൃത്യമായിട്ട് ഹെൽത്ത് എക്സ്പേർട്സിനോട് തിരക്കി അറിഞ്ഞിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്, ഇത് കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധയെ കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കും? ഇപ്പോൾ കുട്ടികളെല്ലാവരും സാറിനെ നോക്കിയിരുന്നാണ് ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്നാൽ പുതിയ സംവിധാനം വരുമ്പോൾ അവർക്ക് സാറിനെ മാത്രമല്ല മറ്റു കുട്ടികളെയും കാണാൻ പറ്റും. തങ്ങളുടെ എതിർഭാഗത്തിരിക്കുന്ന കുട്ടികളുമായിട്ട് ഇവർക്ക് കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. പല ആശയങ്ങളും കൈമാറാൻ പറ്റും. സാറിന് ഒരു ക്ലാസ്സിൽ 40-50 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളെയും ഒരേ സമയത്ത് ഒരേപോലെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു കുട്ടിയെ നോക്കുമ്പോൾ ബാക്കി 39 കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാറ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയത്ത് കുട്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നത് കൊണ്ട് അവർ ഡിസ്ട്രാക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്, ഇത് കുട്ടികളുടെ സ്വഭാവത്തെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മിക്സഡ് ക്ലാസ് ആണെന്ന് വെക്കുക, ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ക്ലാസ്. ചെറിയ ക്ലാസ്സിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ കൗമാരത്തിലേക്ക് കടന്നിരിക്കുന്ന സമയമാണ്. എതിർലിംഗത്തോട് സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുന്ന സമയമാണ്. അപ്പോൾ എതിർഭാഗത്തിരിക്കുന്നത് പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ എതിർഭാഗത്തിരിക്കുന്ന ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സാറിനേക്കാളേറെ എതിർഭാഗത്തിരിക്കുന്ന തങ്ങളുടെ എതിർലിംഗങ്ങളെ ആയിരിക്കും നോക്കുന്നത്. ആൺകുട്ടികൾ പെൺകുട്ടികളെയും, പെൺകുട്ടികൾ ആൺകുട്ടികളെയും നോക്കും. പഠിക്കുന്നതിനേക്കാളേറെ അവർക്ക് റൊമാൻസിങ്ങിലും ലൈൻ അടിക്കുന്നതിലുമായിരിക്കും താല്പര്യം കാണുക. അതവരുടെ കുറ്റമല്ല, അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അതിനുള്ള അവസരമായിട്ടേ അവർ ഇതിനെ ഉപയോഗിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു അവസരമായിട്ട് തന്നെ ഇത് മാറുകയും ചെയ്യും. അപ്പോൾ അത് കുട്ടികളുടെ സ്വഭാവത്തെ നേരിട്ട് ബാധിക്കും. അവർക്ക് പഠനത്തിലുള്ള താല്പര്യത്തെക്കാളേറെ എതിർലിംഗത്തോടുള്ള താല്പര്യമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ 3 പ്രശ്നങ്ങൾ ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഈ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മോശം കാര്യമാണ്? ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ എപ്പോഴും എവിടെ ചെന്നാലും ഏറ്റവും പിന്നിലേ നിൽക്കുകയുള്ളൂ, ഏറ്റവും പിന്നിലേ ഇരിക്കുകയുള്ളൂ. എൻ്റെ ശീലമാണ്. എനിക്ക് മുമ്പിൽ പോയിരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ 7ലും 8ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പിന്നിലെ സീറ്റാണ് ഞാൻ തിരഞ്ഞെടുക്കുക. അവിടെ ഞാൻ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് വരെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് 8ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ പിതാവ് എന്നെ ടൗണിലുള്ള മാവേലിക്കര ടൗണിലുള്ള ഒരു സാമാന്യം ഭേദപ്പെട്ട കുറച്ച് പൈസക്കാരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തു. ആ സ്കൂളിൽ ചെന്ന് ചേർന്നപ്പോൾ തന്നെ പൊതുവേ എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അന്നത്തെ കാലത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കറുത്ത് മെല്ലിച്ച് കാണാനൊന്നും കൊള്ളാത്ത ഒരു സാധനമാണ്. അവിടെ ചെന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്മാർട്ടാണ്. അവരുടെ ഇടയിൽ ഞാനൊരു പേക്കോലം പോലെയാണ് അവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ അപ്പൻ ഒരു മേസ്തിരിയാണ്. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് വാലും മുട്ടയൊന്നും വാങ്ങിത്തരാനുള്ള കാശൊന്നുമില്ല. പക്ഷേ 3 നേരം വേറെ നിറച്ച് ആഹാരമൊക്കെ തരും. എങ്കിലും മറ്റുള്ള ഈ പൈസ ഉള്ള വീട്ടിലെ കുട്ടികളെ പോലെ ഒന്നും ജീവിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അവരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോൾ ഞാനൊരു വിദേശിയാണ്, അല്ലെ ഞാൻ ഇവരുമായിട്ട് ചേരാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചു. 8ാം ക്ലാസ്സിൽ മൊത്തം ആൺകുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു. 9ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ മിക്സഡ് ക്ലാസ്സാണ്, പെൺകുട്ടികളുമുണ്ട്. ആ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി പോലും ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അവിടെ പഠിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടേ ഇല്ല. ഓണപ്പരീക്ഷ നടക്കുന്ന സമയം വരെ ഞാനാണെങ്കിൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലായിരിക്കുന്നത്. ആൺകുട്ടികളുടെ നിരയിൽ ഏറ്റവും പിന്നിലെ ബെഞ്ചിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ അവിടുത്തെ പെൺകുട്ടികൾക്ക് ആർക്കും അറിയില്ല. മറ്റ് ആൺകുട്ടികളൊക്കെ പെൺകുട്ടികൾ സംസാരിക്കുക, അവരെ നോക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാനെന്ന് പറയുന്ന ഒരു ജീവി അവിടെ ഉള്ളതായിട്ട് ഒരു പെൺകുട്ടി പോലും അറിഞ്ഞിട്ടുമില്ല. എന്നെ ഒരാൾ ഗവനിച്ചിട്ടുമില്ല. എന്നെ കണ്ടാൽ ഗവനിക്കാൻ തോന്നിയുമില്ല. ഞാൻ ബാക്ക് ബെഞ്ചറുമാണ്. അപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവധിയെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോൾ സാറന്മാർ ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസമായിട്ട് വരും. എന്നിട്ട് അവരത് വായിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഓരോരോ കുട്ടികളെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടാണ് ഈ ഉത്തരക്കടലാസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ തുടങ്ങുന്നത് ഫസ്റ്റ് മേടിച്ച ആൾ തൊട്ട് താഴോട്ടാണ്. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, പിന്നെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. എല്ലാ ആൾക്കാർക്കും പേര് വിളിച്ചിട്ട് ഉത്തരക്കടലാസ് കൊടുക്കും. അപ്പോൾ സാറ് വന്ന് ആദ്യം ഏതോ വിഷയമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വന്നിട്ട് ഫസ്റ്റ് ഇന്നാരാണ് എഴുന്നേക്കാൻ പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് അയാൾക്ക് വിളിച്ചിട്ട് ഉത്തരക്കടലാസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു മിടുക്കനാണ്, നല്ലപോലെ പഠിക്കണം എന്ന് പറഞ്ഞു. 2ാമത് സെക്കൻഡ് ഞാനായിരുന്നു ആ വിഷയത്തിന്. എനിക്ക് തോന്നുന്നു ഹിന്ദിയാണെന്ന് തോന്നുന്നു. എന്നെ വിളിച്ചു. ഞാൻ ഏറ്റവും പിന്നിലെ ബെഞ്ചിലായിരിക്കുന്നത്. ഞാൻ എഴുന്നേറ്റു. ആ സമയത്താണ് ഞങ്ങളുടെ ക്ലാസ്സിലെ പല കുട്ടികളും എന്നെ കാണുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. സെക്കൻഡ് എനിക്കായിരുന്നു. തുടർന്ന് അങ്ങോട്ട് എല്ലാ വിഷയങ്ങളിലും അന്നത്തെ ദിവസം തന്നെ മിക്കവാറും എല്ലാ സാറന്മാരും അവരവരുടെ വിഷയങ്ങളിലെ ഉത്തരക്കടലാസ് കൊണ്ട് തന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും എനിക്കൊന്നുകിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്തെങ്കിലുമൊക്കെ കാണും. പഠിക്കാൻ ഞാനത്ര മോശമായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയായപ്പോൾ, അതായത് 2-3 വിഷയങ്ങളുടെ മാർക്കെല്ലാം അറിഞ്ഞ സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് കുറേയേറെ പെൺകുട്ടികൾ എൻ്റെ അടുക്കൽ വന്നു. അയ്യോ എന്തുവാ പേര്, എവിടാ വീട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നത്തെ ദിവസമാണ് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ടായിരുന്നില്ല പെൺകുട്ടികൾ എന്നോട് സംസാരിക്കായിരുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമോടെ ഉണ്ടായില്ല. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നതല്ല, നമ്മുടെ ക്വാളിറ്റിയാണ് പ്രധാനം. ഒരു കുട്ടി ഏറ്റവും മുൻനിരയിലിരിക്കുകയാണ്, അവൻ പഠനത്തിൽ മണ്ടനാണ്, അതുകൊണ്ട് അവനെ ആരെങ്കിലും അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അവനവിടെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടും. നേരെ മറിച്ച് കഴിവുള്ള ഒരു വിദ്യാർത്ഥി എവിടെ ഇരുന്നാലും, മുമ്പിലിരുന്നാലും പിന്നിലിരുന്നാലും നടുക്കിരുന്നാലും അവനെ എല്ലാവരും അംഗീകരിക്കും. പഠനത്തിൽ മാത്രമല്ല, പഠനത്തിലും പെരുമാറ്റത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ
കഴിവുള്ള അല്ലെങ്കിൽ ഗുണമുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ അതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നത് ഒരിടത്തും ഒരു വിഷയമേ അല്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും പിന്നിലിരിക്കുന്നതാണ് സുഖം. കാരണം വലിയ ശല്യമൊന്നുമില്ല, സമാധാനമായിട്ടിരിക്കാം. അതുകൊണ്ട് ബാക്ക് ബെഞ്ചർ എന്ന് പറയുന്നത് വെറും ഒരു പ്രയോഗം മാത്രമാണ്. ഒരാൾ പിന്നിലത്തെ സീറ്റിൽ ഇരുന്നുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മുമ്പിലിരിക്കുന്നതിനേക്കാൾ പിന്നിലിരിക്കുന്നതാണ് സുഖം. നമുക്കറിയാം, നമ്മൾ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും പിന്നിലിരിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സുഖം. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എവിടെ പോയാലും ശരി ഏറ്റവും പിന്നിരയാണ് ഏറ്റവും സുഖമുള്ള നിര. പക്ഷെ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതും നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നതുമെല്ലാം നമ്മുടെ ഗുണം കൊണ്ടാണ്, നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നതുകൊണ്ടല്ല. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഈ തീരുമാനം തീർത്തും അനുചിതമാണ്. ഇതുകൊണ്ട് കുട്ടികൾക്ക് ദോഷമില്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ ക്ലാസ് റൂമുകൾ മുമ്പോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കുക. താങ്ക് യു.